ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ. ഇന്നൊരു കഥയാണ് പറയാൻ പോകുന്നത്. ഒരു പഴക്കാരി അമ്മയുടെ കഥ. ഒരിക്കൽ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ വൃന്ദാവനത്തിൽ നന്ദഹേകത്തിൻ്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ വഴി ഒരു പഴക്കാരി അമ്മൂമ്മ കുട്ടനിറ പഴങ്ങളുമായി വന്നു. അതിലുള്ള പഴങ്ങൾ വിറ്റാണ് ആ അമ്മ ഉപജീവനം നടത്തിക്കൊണ്ടിരുന്നത്. ഈ അമ്മയെ കണ്ടത് നമ്മുടെ പൊന്നുണ്ണി ഓടിപ്പോയി, "അമ്മേ, എനിക്കും പഴം തരുമോ?" എന്ന് ചോദിച്ചു. അപ്പോൾ ആ അമ്മ, "തരാമല്ലോ ഉണ്ണിക്കണ്ണ, പകരമോ നീ എനിക്ക് എന്ത് പകരം തരുമെന്ന് ചോദിച്ചു. ഉടനെ ഉണ്ണി തൻ്റെ കാൽത്തലകൾ കിലുകിലാന്ന് കിലുക്കിക്കൊണ്ട് അകത്തേക്ക് ഓടിപ്പോയി യശോദാമ്മ സൂക്ഷിച്ചു വെച്ചിരുന്ന ധാന്യപ്പെട്ടിയിൽ നിന്ന് ഒരു കൈപ്പിടി നിറയെ ധാന്യങ്ങളുമായി തിരികെ വന്നു. വരുന്ന വഴിയിൽ ആ കയ്യിലുണ്ടായിരുന്ന ധാന്യങ്ങളെല്ലാം താഴെ പോയിക്കൊണ്ടേയിരുന്നു. തിരിച്ച് ആ അമ്മയുടെ അടുത്തെത്തുമ്പോൾ കയ്യിൽ ആകപ്പാടെ 1-2 ധാന്യമണികൾ മാത്രമേ അവശേഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് നല്ല സന്തോഷത്തോടെ ആ അമ്മയുടെ കൊട്ടയിലേക്ക് കൈ തട്ടിക്കുടഞ്ഞ് ഇട്ടുകൊടുത്തു. വീണ്ടും എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കി കൈയെല്ലാം തട്ടിക്കുടഞ്ഞ് കൊടുത്തു. ആ അമ്മ സന്തോഷത്തോടെ ആ ധാന്യമണികൾ സ്വീകരിച്ചിട്ട് കണ്ണന് ആവശ്യം പോലെ പഴങ്ങൾ കൊടുത്തു. ഈ കണ്ണൻ്റെ കൂടെ ഇരുന്ന അത്രയും സമയങ്ങളിലും ആ അമ്മ എന്തെന്നില്ലാത്ത ഒരു സന്തോഷവും സമാധാനവും അനുഭൂതിയും അനുഭവിച്ചു വന്നു. ആ കണ്ണനെ വിട്ടുപോകാൻ ആ അമ്മയ്ക്ക് മനസ്സേ വന്നില്ല. എങ്കിലും ആ അമ്മ അവശേഷിച്ച പഴങ്ങളുമായി കുട്ട തലയിലേന്തി നടന്നു നീങ്ങി. പോകുന്ന വഴിയിൽ കുട്ടയിൽ നല്ല ഭാരം തോന്നിക്കാൻ തുടങ്ങി. കുട്ടയിൽ പാതി പഴമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്നാണാവോ ഇത്രയും വെയിറ്റ് ഉണ്ടാകുന്നത് എന്ന് വിചാരിച്ച് ആ അമ്മയെ നടന്നു പോങ്ങി. വീടെത്തി കുട്ട താഴെ ഇറക്കി വെച്ചപ്പോഴാണ് അറിയുന്നത് അപ്പോൾ ആ കുട്ട നിറയെ സ്വർണവും വെള്ളിയും പവിഴവും മുത്തുക്കളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്. ആ അമ്മയ്ക്ക് ഇതെങ്ങനെ സംഭവിച്ചതെന്ന് മനസ്സിലായി. നമ്മുടെ ഉണ്ണിക്കണ്ണനോടൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് അനുഭവിച്ച സന്തോഷവും സമാധാനത്തിന് അവർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. അതായത് നമ്മൾ നല്ല മനസ്സോടെ സന്തോഷത്തോടെ എന്ത് കാര്യങ്ങളും ചെയ്താലും അതിന് ദൈവം നമുക്ക് നല്ലതേ പ്രദാനം ചെയ്യുകയുള്ളൂ. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.